പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത് യെരമ്യാ പ്രവചനത്തിൽ നിന്നുള്ള ചില ആത്മീക സത്യങ്ങളാണ്. അതിൻ്റെ ചില അധ്യായങ്ങളിൽ നിന്ന് സമയലഭ്യതയനുസരിച്ച് നമ്മൾ ചില പാഠങ്ങൾ, ആത്മീക പാഠങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് പോവുകയാണ്. യെരമ്യാ പ്രവചനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്നുള്ളത് ആസന്നവും അനിവാര്യവുമായ ന്യായവിധി എന്നുള്ളതാണ്. ദൈവജനത്തിൻ്റെ വിരുദ്ധമുള്ള ബാബിലോണിയ ന്യായവിധി. ആ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കുവാനുള്ള മാനസാന്തരത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ്, ഒരു വിളിയാണ് യെരമ്യാ പ്രവചനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് നിങ്ങൾക്കറിയാം. യെരമ്യാ പ്രവചനം 1-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ പുസ്തകം മനസ്സിലാക്കുവാൻ ആവശ്യമായ ഒരു ചരിത്ര പശ്ചാത്തലത്തിന്റെ സംക്ഷിപ്ത രൂപം ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും, പ്രത്യേകിച്ച് പ്രവചന പുസ്തകങ്ങൾ, ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് പ്രവചിക്കുകയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ആ ചരിത്ര സംഭവങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഇതിന്റെ പുസ്തകത്തിന്റെ സന്ദേശം അറിയുവാൻ, മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വസ്തുതയാണ്. നമുക്കറിയാം, ദൈവജനമായ ഇസ്രായേലിനെ ദൈവം വിളിക്കുന്നു. അതിനുശേഷം ശൗലിന്റെ കാലഘട്ടം, ദാവീദിന്റെ കാലഘട്ടം, അതുപോലെ തന്നെ ശലോമോന്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തെ ഇസ്രായേലിന്റെ ഒന്നിച്ചുള്ള കാലഘട്ടം, യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഇസ്രായേൽ, ദൈവജനമായ ഇസ്രായേൽ ഒന്നിച്ചു നിന്ന കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ദൈവജനം 931 BC 2 വിഭജിക്കപ്പെട്ടു. യൊരോബയാമിന്റെ, രെഹബ്യാമിന്റെ ഒക്കെ കാലഘട്ടം നമുക്കതറിയാം. അങ്ങനെ ദൈവജനം 2 വിഭജിക്കപ്പെടുകയും വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും രീതിയിൽ കൊണ്ടുപോവുകയാണ്. വടക്കേ രാജ്യത്തെ ഇസ്രായേൽ എന്നുള്ള പേരിലും തെക്കേ രാജ്യത്തെ യഹൂദ എന്നുള്ള പേരിലുമാണ് അറിയപ്പെടുന്നത്. വേദപുസ്തകത്തിന്റെ രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ 2 സമാനമായ ചരിത്രങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പ്രവചന പുസ്തകങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇസ്രായേലിൽ നിന്ന രാജാക്കന്മാർ രാജ്യം ഭരിക്കുമ്പോൾ, യഹൂദയിൽ നിന്ന രാജാക്കന്മാർ രാജ്യം ഭരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് 2 സമാനമായ ചരിത്രങ്ങൾ മുമ്പോട്ട് പുരോഗമിക്കുന്നതായി നമ്മൾ വായിക്കുകയാണ്. ഒന്നിച്ചു നിൽക്കുന്ന ജനം ഭിന്നിക്കുവാനിടയായി. മാത്രമല്ല, ദൈവപാത വിട്ട് വടക്കേ രാജ്യവും തെക്കേ രാജ്യവും ഒരുപോലെ പോകുവാനിടയായി. യെരമ്യാവിനെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നതിനുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വടക്കേ രാജ്യമായ ഇസ്രായേലിനോട് ദൈവിക സന്ദേശം അറിയിക്കുവാൻ ദൈവം വിളിക്കുകയുണ്ടായി. ആ ദൈവിക സന്ദേശം അറിയിക്കുവാൻ ആമോസ് എന്ന് പറയുന്ന പ്രവാചകനെ വിളിച്ചു, വടക്കേ രാജ്യത്തേക്ക് സന്ദേശവുമായിട്ട് അയച്ചു. എന്നാൽ അവിടെ ചെന്ന് അദ്ദേഹം ദൈവ സന്ദേശം അറിയിച്ചപ്പോൾ ആ കാലഘട്ടത്തിലെ രാജാവായിരുന്ന യൊരോബയാം രണ്ടാമനും ആ കാലഘട്ടത്തിലെ മതശുശ്രൂഷകൾ ചെയ്തു വന്ന അമസ്യാ എന്ന് പറയുന്ന പുരോഹിതനുമൊന്നും ഈ സന്ദേശം കേൾക്കുവാനിടയായില്ല. ആമോസ് എന്ന് പറയുന്ന പ്രവാചകനെ ആട്ടി ഓടിക്കുവാനിടയായി. അങ്ങനെ അവർ ദൈവിക സന്ദേശം കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാതിരുന്നതിന്റെ പരിണത ഫലമായി 722 വടക്കേ രാജ്യമായ ഇസ്രായേൽ അസീറിയൻ അടിമത്തത്തിലേക്ക് ചെന്ന് പതകുതിക്കുവാനിടയായി നമുക്കതറിയാം. എന്നാൽ ഇപ്പോൾ യെരമ്യാവ് ഈ സന്ദേശം അറിയിക്കുന്നത് തെക്കേ രാജ്യമായ യഹൂദയോടാണ്. തെക്കേ രാജ്യത്തേക്ക് പോയി താൻ സന്ദേശം അറിയിക്കുമ്പോൾ സമാനമായ സാഹചര്യത്തിൽ വരികയാണ്. വടക്കേ രാജ്യത്തോട് അറിയിച്ച സന്ദേശം ഇസ്രായേൽ കേട്ടില്ല എന്നും അതുകൊണ്ട് അവർ ബാബിലോണിൽ അസീറിയൻ പ്രവാസത്തിലേക്ക് പോയി എന്നുള്ളത് അറിഞ്ഞിട്ടും യഹൂദയും മാനസാന്തരപ്പെടാതെ അവർ പാപത്തിന്റെ വഴിയിലൂടെ പോകുവാനിടയായി. ആമോസിനെ വടക്കേ രാജ്യത്ത് അസീറിയൻ അടിമത്തത്തിന് മുമ്പ് പ്രവചനം അറിയിച്ചതുപോലെ തന്നെ യെരമ്യാവിനെ ഇന്ന് തെക്കേ രാജ്യത്ത് ദൈവിക സന്ദേശം അറിയിക്കുവാനായി വിളിക്കുകയാണ്. ആമോസിനെ വടക്കേ രാജ്യത്തെ വിലാപത്തിന്റെ പ്രവാചകനെന്നും യെരമ്യാവിനെ തെക്കേ രാജ്യത്തിലെ വിലാപത്തിന്റെ പ്രവാചകനെന്ന് അറിയപ്പെടുന്നു. അങ്ങനെ യെരമ്യാവിനെ സന്ദേശം അറിയിക്കുവാൻ വിളിക്കുമ്പോൾ ആസന്നമായിരിക്കുന്ന ബാബിലോണിയ അടിമത്തം, ആ ബാബിലോണിയ അടിമത്തത്തിലേക്ക് പോകുവാൻ ദൈവജനമായ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു, ആ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വിഷയമാണ് യെരമ്യാവിലൂടെ പറയുന്നത്. ചരിത്രപരമായ ഒരു പ്രത്യേകതയും ആ കാലഘട്ടത്തിലുണ്ട്. യെരമ്യാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ലോക സാമ്രാജ്യത്വ ശക്തി എന്ന് പറയുന്നത് അസീറിയരായിരുന്നു. എന്നാൽ അസീറിയയുടെ ശക്തി ക്ഷയിക്കുകയും ബാബിലോണിയർ അധികാരത്തിന്റെ സീമയിലേക്ക് ഉയർന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്നുള്ളത്. ഈ ചരിത്ര പശ്ചാത്തല പ്രത്യേകതയുടെ കാരണം യെരമ്യാവ് തന്റെ ശുശ്രൂഷകൾ തുടങ്ങുമ്പോൾ ബാബിലോണിയ പ്രവാസത്തിലേക്ക് നിങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. കാരണം ആ കാലഘട്ടത്തിലെ അധികാര ശക്തിയായിരുന്ന അസീറിയർ, ഇനിയും അസീറിയർ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ബാബിലോണിയർ ആ കാലഘട്ടത്തിലെ പ്രസക്തമായ അല്ലെങ്കിൽ ഒരു ശക്തി ആയിരുന്നില്ല, പ്രബലമായ ഒരു ശക്തി ആയിരുന്നില്ല. അതുകൊണ്ട്
ശേഷം യഹൂദയെ പരാജയപ്പെടുത്തുകയും യഹൂദയെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് അത് ലോക ചരിത്രത്തിന്റെ യിരെമ്യാവ് പ്രവചിച്ചിട്ടുള്ള കാലഘട്ടത്തിലെ ചുറ്റുപാടുമുള്ള രാജ്യത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം. ഈ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥിതിഗതികൾ നിൽക്കുമ്പോൾ ദൈവജനമായ ഇസ്രായേലിന്റെ യഹൂദയുടെ ആത്മീക സ്ഥിതി എന്ന് പറയുന്നത് അവർ ആത്മീക പാപത്വത്തിലേക്ക് പോയി. വടക്കേ രാജ്യം ചെയ്തതുപോലെ തന്നെ പാപത്തിൽ ദൈവജനം നിബന്ധിക്കുവാനിടയായി തീർന്നു. എല്ലാ മേഖലയിലും, സമസ്ത മേഖലകളിലും, രാഷ്ട്രീയ മണ്ഡലത്തിലും മതമണ്ഡലത്തിലും എല്ലാം ഒരുപോലെ ആത്മീകമായ അധഃപതനം വന്ന് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് നീതിമാനായ ഒരു ദൈവമുണ്ട്. ദൈവജനത്തെ ദൈവം സ്നേഹിക്കുമ്പോൾ തന്നെ പാപത്തെ ദൈവത്തിന് ശിക്ഷിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി നിർവഹണം നടത്തപ്പെടേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ പോകുന്ന യഹൂദയുടെ മേൽ ആസന്നവും അനിവാര്യവുമായ ബാബിലോണിയ ന്യായവിധി വരുവാനായിട്ട് പോവുകയാണ്. ആ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ബാബിലോണിയനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബിലോണിയനെ ദൈവം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വാളിനെ കുറിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് യഹൂദയെ അടിമപ്പെടുത്തുവാൻ വേണ്ടി. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ ദൈവം യിരെമ്യാവിനെ വിളിക്കുകയാണ്. യിരെമ്യാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ പോയി എന്റെ ജനമായ യഹൂദയോട് മാനസാന്തരത്തിന്റെ സന്ദേശം അറിയിക്കുക. ഈ ആസന്നമായിരിക്കുന്ന ന്യായവിധി ഒന്ന് ഒഴിവാക്കുവാനായി യിരെമ്യാവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവജനത്തോട് സന്ദേശം അറിയിക്കുക. 1-ാം അധ്യായത്തിലെ പ്രമേയം എന്ന് പറയുന്നത് മാനസാന്തര സന്ദേശം അറിയിക്കുവാനുള്ള യിരെമ്യാവിന്റെ വിളിയാണ്. യിരെമ്യാവിനെ മാനസാന്തര സന്ദേശം അറിയിക്കുവാനായി ദൈവം വിളിക്കുകയാണ്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ ഈ മാനസാന്തരത്തിലേക്കുള്ള വിളി, അല്ലെങ്കിൽ ദൈവജനത്തെ മാനസാന്തരത്തിലേക്ക് വിളിക്കുവാനായി ദൈവം യിരെമ്യാവിനെ വിളിക്കുകയാണ്. 1-ാം അധ്യായം ഈ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് 1-ാം അധ്യായത്തിലെ കാതലായ വിഷയം ഇന്ന് പകൽ നമ്മളൊന്ന് പരിശോധിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് പ്രാരംഭമായി 1-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. യിരെമ്യാവ് പ്രവചനം 1-ാം അധ്യായം അതിന്റെ 4 തൊട്ടുള്ള ചില വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നതിനാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുമ്പേ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കും. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ദൈവം യിരെമ്യാവിനെ വിളിക്കുകയാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലം ഏതാണ്ട് ഒരു രൂപത്തിൽ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കട്ടെ. യഹൂദയെ ദൈവം ന്യായവിധിക്കും, തന്റെ ജനമായ യഹൂദയെ ദൈവം ന്യായവിധിക്കാൻ. കാരണം അവിടെ അകൃത്യം, പാപം, ഒത്തിരി പാപത്തിന് തന്നെ വിശാലമായ വിഷയങ്ങളുള്ളതിലേക്ക് ഞാൻ കടക്കുന്നത്. അങ്ങനെ പാപത്തിന്റെ മേൽ പാപം ചെയ്യുന്ന ദൈവജനത്തിന്റെ മേൽ ദൈവിക ന്യായവിധി ബാബിലോണിയനെ അയച്ച് അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാൻ പോകുന്നുള്ള സന്ദർഭം, ചരിത്ര സന്ദർഭം നിൽക്കുമ്പോൾ ദൈവം യിരെമ്യാവിനെ വിളിക്കുകയാണ്. എന്തിനാണ് വിളിക്കുന്നത്? മാനസാന്തരത്തിന്റെ സന്ദേശം യഹൂദയോട് അറിയിക്കുവാൻ, അകൃത്യങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക എന്നുള്ള ശക്തമായ സന്ദേശം അറിയിക്കുവാൻ ദൈവം യിരെമ്യാവിനെ വിളിക്കുകയാണ്. അങ്ങനെ ദൈവം യിരെമ്യാവിനെ വിളിക്കുമ്പോൾ നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ യിരെമ്യാവ് ആ വിളിയോട് പ്രതികരിക്കുന്ന ഇങ്ങനെയാണ്, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ദൈവം നേരിട്ട് യിരെമ്യാവിനെ തന്റെ മഹത്വമായ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ യിരെമ്യാവ് അതിനോട് വിസമ്മതം പറയുകയാണ്. അതുകൊണ്ട് 1-ാം അധ്യായത്തിലെ ആ സന്ദേശത്തിന്റെ ആകത്തുക ഒരു തലകുറിയായി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, വിളിയും വിസമ്മതവും. ദൈവം യിരെമ്യാവിനെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു, എന്നാൽ യിരെമ്യാവ് അതിനോട് വിസമ്മതം പറയും. അപ്പോൾ എന്റെ മനസ്സിലൂടെ വന്ന ചിന്ത, ദൈവം നേരിട്ടൊരു പ്രവാചകനെ വിളിക്കുകയാണ്. ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ യിരെമ്യാവിനെ വിളിക്കുന്നു. അത് തന്റെ ആദ്യം ദൈവത്തിന്റെ വിളിയാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേകമായ സമയ കാലഘട്ടം ദൈവം വിളിക്കുകയാണ്. ഇങ്ങനെ ദൈവം തന്നെ നേരിട്ട് വിളിച്ചപ്പോൾ യിരെമ്യാവ് എന്തുകൊണ്ടാണ് ഈ വിളിയോട് വിസമ്മതം പറഞ്ഞത്? ഈ കാലഘട്ടവും യിരെമ്യാവ് പ്രവചിച്ച കാലഘട്ടവും ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് യിരെമ്യാവ് തന്റെ വിളിയോട് വിസമ്മതം പറഞ്ഞത് എന്നുള്ളതാണ് ഇന്ന് പകലിൽ നമ്മളൊന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. 1-ാമത്തെ കാരണം, നമ്മുടെ വിഷയം വിളിയും വിസമ്മതം. എന്ത് വിളിയാണ്? മാനസാന്തരത്തിന്റെ സന്ദേശം അറിയിക്കുവാൻ വേണ്ടി ദൈവം യിരെമ്യാവിനെ വിളിക്കുന്നു. ന്യായവിധി വരുവാൻ പോകുന്നവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക എന്ന് യഹൂദയോട് അറിയിക്കുവാൻ, സന്ദേശം അറിയിക്കുവാനായി ദൈവം യിരെമ്യാവിനെ വിളിക്കുന്നു. അങ്ങനെ യിരെമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ യിരെമ്യാവ് ആ വിളിയോട്, ദൈവിക വിളിയോട് വിസമ്മതം പറയുന്നു. വിളിയും വിസമ്മതം. എന്തുകൊണ്ടാണ് യിരെമ്യാവ് ഈ വിളിയോട് വിസമ്മതം പറയുവാൻ കാരണമായിരിക്കുന്നത്? പല കാരണങ്ങൾ. 1-ാമത്തെ കാരണം നമ്മൾ വായിക്കുന്നത് 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്. യിരെമ്യാവ് പ്രവചനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ബെന്യാമിൻ ദേശത്ത് മനോഭോഗത്തിലെ പുരോഹിതന്മാരിൽ മിക്യാവിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ.
ഒന്നാമത്തെ ആശയം നമ്മൾ വായിക്കുന്നത് ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനായ യെരമ്യാവിന്റെ വചനങ്ങൾ. അപ്പോൾ യെരമ്യാവ് കുടുംബപരമായി ചെയ്തു വരുന്ന ശുശ്രൂഷ എന്താണ്? തനിക്ക് താൻ ചെയ്തും കണ്ടും കേട്ടും പരിചയമുള്ള ശുശ്രൂഷ എന്തായിരുന്നു? തന്റെ പിതാവ് ആരായിരുന്നു? ഒരു പുരോഹിതനായി. എന്നാൽ യെരമ്യാവിനെ ദൈവം വിളിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല, പിന്നെ ഇതിനു വേണ്ടിയാണ്, പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അതിനെ ഒന്നാമത്തെ ആശയം ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, തനിക്ക് അറിവും പരിചയവും ഇല്ലാത്ത ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം തന്നെ വിളിക്കുന്നത്. തനിക്ക് അനുഭവ പരിചയമില്ലാത്ത ഒരു ശുശ്രൂഷ, ഇതുവരെ താൻ ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ, താൻ കണ്ട് അത്ര പരിചയിച്ചിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം യെരമ്യാവിനെ വിളിക്കുവാനിടയായത്. അതുകൊണ്ട് യെരമ്യാവ് പറയുകയാണ്, കർത്താവേ, എനിക്ക് അതിന് താല്പര്യമില്ല. താൻ ദൈവത്തോട് വിശ്വസനം പറയുകയാണ്. ഇനിയും ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നമ്മളാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് എങ്കിൽ ദൈവം നമുക്ക് രണ്ട് ഓപ്ഷൻ ഇല്ല, ഓപ്ഷൻ നൽകാൻ വിചാരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാം, ഇല്ലെങ്കിൽ പ്രവാചക ശുശ്രൂഷ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് നൽകിയാൽ വേദപുസ്തകക്കാരെ നമ്മളാണെങ്കിൽ ഏത് തിരഞ്ഞെടുക്കാനാണ് സാധ്യതയുള്ളത്? സംശയം 100% ഞാനാണെങ്കിലും അത് തന്നെ ഓപ്റ്റ് ചെയ്യും. എന്റെ കാരണം എന്താണ്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമം പഠിക്കുമ്പോൾ അവർക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ട്, അങ്ങാടിയിൽ വന്ദനമുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണ സ്ഥലത്ത് മുഖ്യാസനതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, പുരോഹിതന് സ്ഥാനീയ വസ്ത്രങ്ങളുണ്ട്, അല്ലെ? അവരുടെ കാൽച്ചട്ടയുണ്ട്, നീളമുള്ള അങ്കിയുണ്ട്, നടുക്കെട്ടുണ്ട്, തൊപ്പിയുണ്ട്. അങ്ങനെ വേഷഭൂഷാദികളെല്ലാം അണിഞ്ഞു വരുന്ന പുരോഹിതനെ കണ്ടാൽ തന്നെ ആൾക്കാർക്കൊന്ന് ബഹുമാനിക്കുവാൻ തോന്നിപ്പോകും. എന്നാൽ അതുപോലെ തന്നെ പുരോഹിതന് സാമ്പത്തിക ഭദ്രതയുണ്ട്. മൂന്നാമത്തെ കാര്യം, പുരോഹിതനാകാനുള്ള താല്പര്യമില്ലാതെ ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം പുരോഹിതന് സാമ്പത്തിക ഭദ്രതയുണ്ട്. ബോധനയാഗത്തിന്റെ ബാക്കി അദ്ദേഹത്തിനാണ്, വീണ്ടെടുപ്പ് വില അദ്ദേഹത്തിനുള്ളതാണ്, ദശാംശ തുക കിട്ടും. മാത്രമല്ല, ദൈവത്തിനെ യുദ്ധത്തിനോ ചുമ്മാതെ വീട്ടിയിരുന്നാൽ മതി, കൊള്ളയുടെ നല്ല പങ്ക് അവിടെ കൊണ്ട് കൊടുക്കും, വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇതാര് കണ്ടിട്ടുണ്ട്? തന്റെ പിതാവ് യെരമ്യാവിന്റെ പിതാവ് ഹിൽക്കിയാവ് പുരോഹിതനായിരുന്നു. അപ്പോൾ ഈ യെരമ്യാവ് തന്റെ ബാല്യകാലത്തിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഇതിന്റെ ഗുണഭോക്താവായി താനും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ശുശ്രൂഷ അല്ലാതെ വേറെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം പ്രവാചകനെ വിളിക്കുക. മാത്രമല്ല, പ്രവാചകനാണെങ്കിലോ ജനത്തിന്റെ എതിർപ്പുകൾ എക്കാലത്തുമുണ്ട്. പ്രവാചകന്മാർ സ്വദേശത്ത് ബഹുമാനം ഇല്ലാത്തവരാണ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാർ പ്രവാചകന്മാരെ എക്കാലത്തും കൊല്ലുവാൻ മടിക്കാത്തവരായി നമുക്കറിയാം. മാത്രമല്ല, പ്രവാചകന് സാമ്പത്തികമായ ഭദ്രത ഇല്ലാത്തയാളാണ്, ഇവർക്ക് സ്ഥാനീയമായ വസ്ത്രം ഇല്ലാത്തവരാണ്. ഇങ്ങനെ എല്ലാ നിലയിലും അവർക്ക് അത്ര കാംക്ഷീയമായ ശുശ്രൂഷയായിരുന്നില്ല പ്രവാചക ശുശ്രൂഷ. മാത്രമല്ല, ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷയുടെ പ്രത്യേകമായ സ്ഥലമുണ്ട്. അവരുടെ പ്രധാന ശുശ്രൂഷ ദൈവാലയവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്നാ പ്രവാചകന്റെയോ? രാവിലെ എഴുന്നേറ്റ് തെക്കോട്ടെന്ന് പറഞ്ഞാൽ തെക്കോട്ട് പിടിച്ചോണം, വടക്കോട്ടെന്ന് പറഞ്ഞാൽ വടക്കോട്ട് പിടിച്ചോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വളരെ റിസ്ക് ഉള്ള ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഈ ശുശ്രൂഷ തലത്തിൽ കണ്ടും കേട്ടും പരിചയിച്ചുമുള്ള പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് തന്നെ പ്രവാചക ശുശ്രൂഷയിലേക്ക് ദൈവം വിളിക്കുക. അപ്പോൾ യെരമ്യാവ് പറയാം, കർത്താവേ, എനിക്ക് ഇതേക്കുറിച്ച് വലിയ അറിവും പരിചയമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കണം. ഈ കാലഘട്ടത്തിലും ദൈവം തന്റെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് പ്രവാചകന്മാർക്കും സുവിശേഷകന്മാർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് എന്ന് വിചാരിച്ച് കളയരുത്. ദൈവം എല്ലാ കാലത്തും എല്ലാ ദൈവമക്കളെയും തന്റെ വേലയ്ക്ക് വ്യാപൃതരായി തീരുവാൻ, തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാനായി കർത്താവ് ആൾക്കാരെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഒഴികഴിവ് അല്ലെങ്കിൽ ഒരു ന്യായം എന്ന് പറയുന്നത്, കർത്താവെ, എനിക്ക് പരിചയമില്ല, എനിക്ക് അറിവുകൂടാത്ത ശുശ്രൂഷയാണ്. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിനെ തന്റെ ബഹുത്വമാർന്ന വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത് കുറച്ചു നാൾ മത്സരിച്ച് നടന്ന് അതിനോട് വിഷമത പറഞ്ഞു നിന്ന ഒരാളാണ്. അതിന് എന്റേതായ ചില കാരണങ്ങളുമുണ്ട്, അതിലേക്ക് ഇപ്പോൾ കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവം നമ്മളെയൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കാറുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും യെരമ്യാവിനെ പോലെ പല ന്യായങ്ങൾ പറഞ്ഞ്, ഒഴികഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കാറുണ്ട്. അതിന്റെ ഒരു കാരണം അറിവ് പരിചയമില്ലാത്ത ശുശ്രൂഷ എന്നുള്ളത് കൊണ്ടാണ്. യെരമ്യാവിനെ ഒരുപക്ഷെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇത്രയും ഒഴികഴിവുകൾ പറയില്ലായിരുന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം തന്റെ പുരോഹിതൻ, തന്റെ പിതാവായ ഹിൽക്കിയാവിന്റെ കാലഘട്ടത്തിൽ താൻ കണ്ട് പരിചയപ്പെട്ട ശുശ്രൂഷ, അതിന്റെ ഗുണങ്ങളൊക്കെ അനുഭവിച്ച് അറിഞ്ഞാൽ ആ നിലയിൽ അദ്ദേഹം അതിനോട് അത്രയും വിഷമത പറയുകയില്ലായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ആശയം അതാണ്, തനിക്ക് അറിവും പരിചയവുമില്ലാത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം വിളിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് താൻ ഒന്നാമതായി അതിനോട്
യോശിയാവിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. യഹൂദ രാജാവായ യോശിയാവിന്റെ മകനായ യഹോയാക്കീമിന്റെ കാലത്തും യഹൂദ രാജാവായ യോശിയാവിന്റെ മകനായ സിദ്ക്കിയാവിന്റെ 11-ാം ആണ്ടിൽ അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെയും കുറിച്ച് ഞാൻ അവരോട്. രണ്ടാമത്തെ കാരണം പറഞ്ഞു കൊള്ളത്തിലേക്ക് വരാം. യെരമ്യാവിന് ദൈവം മാനസാന്തരത്തിന്റെ സന്ദേശം അറിയിക്കാൻ വിളിക്കുന്നു. യെരമ്യാവ് അതിനോട് വിസമ്മതം പറയുന്നു. ആ വിസമ്മതം പറയുന്നതിന്റെ കാരണങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട്, ഒന്ന്, തനിക്ക് അറിവും പരിചയവുമില്ലാത്ത ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചതുകൊണ്ട് യെരമ്യാവ് അതിനോട് വിസമ്മതം പറഞ്ഞു. രണ്ട്, ഈ കാലഘട്ടം അനാത്മികരുടെ കാലഘട്ടമായിരുന്നു. ഇവരുടെ ഞാൻ നൽകാം. രണ്ട്, യെരമ്യാവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുമ്പോൾ യെരമ്യാവ് അതിനോട് വിസമ്മതം പറഞ്ഞ രണ്ടാമത്തെ കാരണം ആ കാലഘട്ടം എന്ന് പറയുന്നത് അനാത്മികരുടെ കാലഘട്ടമായിരുന്നു. നമ്മളോട് വായിച്ചു കേട്ട യെരമ്യാവിന്റെ സൂത്ര ഏതാണ്ട് 5ഓളം രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നീണ്ടുനിന്ന സൂത്രകളായിരുന്നു. നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അവർ അനാത്മികരായിരുന്നു. 3-ാം വാക്യം നമ്മൾ മനസ്സിലാക്കുന്നു. 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത സകലത്തെയും കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കുമെന്ന് യഹോവ. അപ്പോൾ നേതൃനിരയിലുള്ള രാജാക്കന്മാരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദൈവജനവും ഒരുപോലെ അനാത്മീയരായി തീർന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ദൈവം യെരമ്യാവിനെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. അതുകൊണ്ടാണ് യെരമ്യാവ് പറഞ്ഞ, കർത്താവേ, എനിക്ക് ഈ കാലഘട്ടത്തിൽ അനാത്മികരെ കൊണ്ട് ദൈവ സമൂഹം നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു കാലഘട്ടമാണ്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥവും വ്യാപ്തിയും ആത്മീയ നേതൃത്വത്തിലുള്ള ആൾക്കാർക്കെങ്കിലും നല്ലവണ്ണം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു സഭയിൽ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമ്മുടെ സഭയിലുള്ളവരെല്ലാം ആത്മീയരാണെങ്കിൽ എന്ത് സന്തോഷമാണ്, എത്ര എളുപ്പമാണ് ശുശ്രൂഷകൾ ചെയ്യുവാൻ. അതേസമയം അവരെല്ലാം അനാത്മീയരാണെങ്കിൽ, ജഡീകന്മാരാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കാത്തവരാണെങ്കിൽ, ദൈവിക പ്രമാണത്തോട് അനുസരണം കാണിക്കാത്തവരാണെങ്കിൽ, അങ്ങനെയുള്ള ജനത്തിന്റെ മധ്യേ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഏറ്റവും തലവേദന പിടിച്ച ഏറ്റവും ശ്രമകരമായ ഒരു കാര്യമാണ്. യെരമ്യാവിന് അറിയാം. കാരണം യെരമ്യാവ് ജനിച്ചു വളർത്തപ്പെട്ട കാലഘട്ടം തൊട്ടുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ യെരമ്യാവിന്റെ എല്ലാം അറിയാം. ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ എത്രയോ അനാത്മികരായ ആൾക്കാരാണ്. പിന്നീട് വന്ന ദൈവജനം അവർ അനാത്മികരായി ജീവിച്ചതാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അനേക പ്രവാചകന്മാർ ദൈവിക സന്ദേശം അറിയിച്ചപ്പോഴും അത് കേൾക്കാതിരുന്ന ജനതതി. അതുകൊണ്ട് അവരോട് ആത്മീയ ശുശ്രൂഷ ചെയ്യുക, അവരുടെ മധ്യേ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടം അങ്ങനെ തന്നെയുള്ള ഒരു കാലഘട്ടമാണ്. അനാത്മീകരെ കൊണ്ട് ദൈവസഭകൾ നിറഞ്ഞിരിക്കുന്നു. ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവരായി മാറിയിരിക്കുന്നു. നേതൃത്വരെയും അതുപോലെ തന്നെ ദൈവജനവും ഒരുപോലെ ആത്മീയ അധപ്പതനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും വിളിച്ചാൽ അതിന്റെ ഭവിഷ്യത്തുകൾ അറിയാം, ഏറ്റെടുക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ അറിയാം. അതുപോലെ പ്രതിസന്ധിയിലേക്ക് നമ്മളെ നയിക്കുമെന്ന് യെരമ്യാവിന് നല്ലവണ്ണം ബോധ്യമുണ്ട്. യെരമ്യാവ് പറയാതെ എന്നെ ഈ വേലയിൽ നിന്ന് ഒഴിവാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടവും അങ്ങനെ തന്നെ ഒരു കാലഘട്ടം എന്ന് ഞാൻ ധരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അനാത്മികരെ കൊണ്ട് നിറഞ്ഞ ഒരു വല്ലാത്തൊരു കാലഘട്ടം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടും, ദൈവത്തിന്റെ വിളി ഹൃദയത്തിൽ വളരെ ബോധ്യമായിട്ടുണ്ടായിട്ടും, കർത്താവിന്റെ വേല ചെയ്യണമെന്ന് അറിവുണ്ടായിട്ടും മടിച്ചു നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാര് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം അവരെ ആശങ്കപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെയാണ്. ഒന്ന്, അറിവ് പരിചയമില്ലാത്ത ശുശ്രൂഷ. രണ്ട്, അനാത്മികരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു കാലഘട്ടം. അങ്ങനൊരു കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ ആശയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്, യെരമ്യാവ് എന്തുകൊണ്ടാണ് ഈ ശുശ്രൂഷയോട് വിസമ്മതം പറയുവാൻ ഇടയായി തീർന്നത്? നമുക്ക് വായിച്ചു കേൾക്കാം. 3-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം. യെരമ്യാവ് 3:25. ഞങ്ങളുടെ ലജ്ജയിൽ തന്നെ കിടക്കട്ടെ, ഞങ്ങളുടെ നാളം ഞങ്ങളെ മൂടട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചിട്ടുമില്ല. മൂന്നാമത്തെ ആശയം, അനുസരണത്തിന് പകരം മത്സരമുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അനുസരണത്തിന് പകരം മത്സരമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് ആ വാക്യത്തിൽ അവർ തന്നെ അവരുടെ വാക്യം തന്നെ പറയുകയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഞങ്ങൾ കേട്ട് അനുസരിച്ചിട്ടുമില്ല. അനവധി പ്രവാചകന്മാര് അനവധി സന്ദർഭങ്ങളിൽ ദൈവജനത്തിന്റെ
ദൈവവചനത്തിന് വല്ലോ പഞ്ഞോ, പ്രത്യേകിച്ച് പ്രധാനക്കാരടയ്ക്ക് നല്ല ശുദ്ധമായി അടുക്കോടും ചിട്ടയോടും ചരിത്ര പശ്ചാത്തലത്തിൽ വല്ല ഊതി പറഞ്ഞ് വ്യക്തതയോടെ നമ്മൾ വചനം ശുശ്രൂഷിക്കും. എന്നാൽ ഈ വചനത്തോട് അനുസരണം കാണിക്കുന്ന ജനതതി എത്ര പേരുണ്ട്, ഇല്ലെ എത്ര ദൈവജനമുണ്ട്? ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തോടുള്ള വലിയ മത്സരം, ദൈവിക പ്രമാണത്തോടുള്ള വലിയ മത്സരം, ദൈവിക സന്ദേശങ്ങൾ കേട്ടാലും അതിനോട് അനുസരണപൂർവ്വം അനുസരിക്കേണ്ടതിന് പകരം മത്സരമുള്ളതായ ഒരു കാലഘട്ടം, മത്സരികളുടെ ഒരു കാലഘട്ടമായി ദൈവ ജനം തീർന്നിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരം. എല്ലാ മണ്ഡലങ്ങളിലും മത്സരമാണ്. രാഷ്ട്രീയ മണ്ഡലത്തിൽ, അതുപോലെ തന്നെ കുടുംബ മേഖലകളിൽ, സഭാതലങ്ങളിൽ, എവിടെ പോയാലും മത്സരമാണ്. അന്ത്യകാല ലക്ഷണങ്ങളായി കർത്താവ് പറഞ്ഞ ഒരു കാര്യം കൂടെയാണ് മത്സരം എന്നുള്ളത്. ഈ കാലഘട്ടവും അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും മത്സരമാണ്. ഒരു കാലഘട്ടത്തിൽ ദൈവിക നേതൃത്വം എന്തെങ്കിലും ഒരു കാര്യം ദൈവസഭയിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവർ അനുസരിക്കുമായിരുന്നു, ചോദ്യങ്ങൾ ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ ഇന്നും ആര് പറയുവാൻ, ആരനുസരിക്കുവാൻ, മൂപ്പന്മാരെയും അധികാരികളെയും ദൈവസഭയിലെയും ആക്കി വെച്ചവരെയും എല്ലാം ഒരു കുസലും കൂടാതെ ചോദ്യം ചെയ്യുന്ന, ഇനിയും ആരെങ്കിലും ചോദ്യം ചെയ്താൽ ശിക്ഷണ നടപടികൾ എടുത്താൽ അവരെ ശിക്ഷിക്കുന്ന ഒരു കാലഘട്ടമായി ഈ കാലഘട്ടത്തിൽ തിരികെ. അതുകൊണ്ട് പേടിയാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ പേടിയാണ്. പിന്നെ നിയമസാധ്യതകളൊക്കെ കൂടി വന്നിരിക്കുക. സുപ്രീം കോടതി വരെ വിളിച്ചിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവന്മാരാണ് ജയിലിൽ കയറിയ പിന്നെ പണി വാടും എന്നൊക്കെ ഒരു പ്രശ്നത്തിന് മുമ്പ് പറഞ്ഞാൽ ശരിയാണ്. കോടതി വിധികളൊക്കെ ഇതിനായിരുന്നു. എല്ലാവർക്കും വളരെ ബോധമായി തുടങ്ങി. കാലഘട്ടത്തിൽ അറിവിന്റെ വിസ്ഫോടനമുള്ള കാലഘട്ടം. എല്ലാവർക്കും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. ജഡീകന്മാർക്കുണ്ട് വചനത്തിന്റെ പ്രമാണം. അവന്മാർ ഇതുമായിട്ട് വല്ല കോടതിയിൽ പോയ മുമ്പന്മാർ അഴിയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെ പേടിയില്ല. മത്സരമുള്ള ഒരു കാലഘട്ടം. ദൈവത്തെ ഭയമില്ലാത്ത, ദൈവദാസന്മാരെ ഭയമില്ലാത്ത, ദൈവിക സന്ദേശങ്ങൾ കേട്ട് അനുസരിക്കാത്ത ഒരു വല്ലാത്ത കാലഘട്ടം. യെരമ്യാ പറയാൻ, കർത്താവേ നീ എന്നെ വേദനയ്ക്ക് വിളിക്കുമ്പോൾ കർത്താവേ എന്നെ നിന്നും ഒഴിവാക്കണമെന്ന് യെരമ്യാ പറഞ്ഞതിന്റെ കാരണം അറിവും പരിചയമില്ലാത്ത ശുശ്രൂഷ എന്ന് മാത്രമല്ല. രണ്ടാമതായി അദ്ദേഹം പറയുകയാണ്, അനാത്മികരുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. 3, ഞാൻ അനാത്മികരാണെങ്കിലും പോട്ടെ, ഞാൻ ഇനി പോയി പറഞ്ഞ അവർ അനുസരിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ പറയാമായിരുന്നു. അനുസരണത്തിന് പകരം മത്സരമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടം. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കണം എന്ന് യെരമ്യാവ് പറയാം. നാലാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. യെരമ്യാവ് എന്തുകൊണ്ടാണ് ഈ വിളിയോട്, ദൈവിക വിളിയോട് വിസമ്മതം പറഞ്ഞത്? അതിന്റെ 4ാമത്തെ ആശയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മൾ 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യെരമ്യാവ് പ്രവചനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇതെല്ലാമായിട്ടും വിശ്വാസബാധകയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല. ഇതെല്ലാമായിട്ടും വിശ്വാസബാധകയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഇപ്പോഴും ചരിത്ര മുമ്പിലുള്ള ഭാഗം ഞാൻ പറഞ്ഞു, ചരിത്ര പശ്ചാത്തലം പറഞ്ഞു. ദൈവജനം 931 2 വിഭജിക്കപ്പെട്ടു. വടക്കേ രാജ്യം, തെക്കേ രാജ്യം. വടക്കേ രാജ്യമായ ഇസ്രായേൽ, അവിടെ ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ പോയി ദൈവിക സന്ദേശം അറിയിച്ചു. എന്നാൽ അവർ ആമോസിന്റെ സന്ദേശം കേട്ടില്ല. ആ കാലഘട്ടത്തിൽ രാജാവായിരുന്ന യൊരോബെയാം രണ്ടാമനും അമസ്യാവ് എന്ന് പറയുന്ന പുരോഹിതൻ ആമോസിനെ അടിമൊഴിച്ചു. ആമോസിന്റെ വചനം കേട്ടില്ല. അതുകൊണ്ട്
ഉത്സവങ്ങളുണ്ട്, എല്ലാം തകൃതിയാണ്. പുറമേ നോക്കിയാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ സഭയ്ക്ക് എന്നാ കുഴപ്പം പറഞ്ഞാൽ എന്നാ കുഴപ്പം? ബൈബിൾ ക്ലാസ്സില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ആണ്ടോടാണ്ട് കാരണശീല, എല്ലാം ഉണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. പുറമേ നോക്കിയാൽ ഒന്നുമില്ല, എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്ന് തോന്നും. എന്നാൽ കപടമായിട്ട് ഹൃദയത്തിൽ കാപട്യം വെച്ചുകൊണ്ട്, മാരകമായ പാപങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, കുടുംബ പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട്, സഭയിൽ ഭിന്നത കാര്യമായി നിലനിർത്തിക്കൊണ്ട് ആരാധിക്കുവാൻ കൂടി വരിക. ദൈവം പറയുക, നിങ്ങൾ കാപട്യത്തോടുകൂടെ അല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അനുതാപത്തിന് പകരം ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടം. ഇങ്ങനൊരു കാലഘട്ടം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആത്മീയതയെ മറയ്ക്കുവാനായി പലരും ഈ ആത്മീയതയ്ക്കൊക്കെ പോകുന്നത് പച്ചയായി പറയുന്നത് ക്ഷമിക്കണം. ആത്മീയ ശുശ്രൂഷകളിൽ ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ സഭാമൂപ്പന്മാരെന്ന് വിചാരിക്കും. കർത്തൃമേശ പങ്കെടുത്തില്ല, ഞാൻ ഈ കുടുംബത്തിൽ പ്രശ്നമാണല്ലോ എന്ന് വിചാരിക്കും. എന്ന് വിചാരിച്ചത് ചെയ്യും. ഇതിലൊക്കെ അങ്ങ് പങ്കെടുക്കുകയും ആത്മീയ ശുശ്രൂഷയിൽ തകൃതിയായിട്ട്, അതേസമയം മലീമസമായ ഹൃദയം, പാപത്തിന്റെ പ്രേക്ഷതകളിലൂടെ ജീവിക്കുമ്പോഴും അതിനെയെല്ലാം മറയ്ക്കുവാൻ ഒരു മുഖംമൂടിയായി, ഒരു മാസ്കായി ആത്മീയ പ്രവർത്തനങ്ങളെ കണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ ദൈവിക പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരു മാസ്മരീയമായ ലോകത്തിലൂടെ ഒരു വലിയ മുഖംമൂടി ധരിച്ചുകൊണ്ട്, കാര്യമായ ദൈവിക പ്രമാണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, ദൈവിക പ്രമാണങ്ങളോട് ഒരു കുറവില്ലാതെ മുമ്പോട്ട് ദൈവജനം പോവുകയാണ്. അങ്ങനൊരു കാലഘട്ടത്തിലാണ് യിരെമ്യാവിനെ ദൈവം വിളിക്കുന്നത്. അതേസമയം എനിക്ക് കുഴപ്പമുണ്ട്, ഞാൻ കുഴപ്പക്കാരനാണ്, ഭാവിയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ പോയി സന്ദേശം അറിയിച്ചാൽ എന്നോട് രക്ഷപ്പെടും. കാരണം മാനസാന്തരപ്പെട്ടാണ്. നിനക്ക് മാനസാന്തരം ഇതിന്റെ ആവശ്യമില്ല, ഞാൻ കുഴപ്പമൊന്നുമില്ലെന്നേ. ഈ ധാർമ്മികരെ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഉച്ചറിയിക്കാൻ വേറെ ആരുടെങ്കിലും പോയി പറഞ്ഞു പോലെ ഞങ്ങളുടെ നിങ്ങളുടെ അടുത്തൊന്നും സാധാരണ പറയട്ടെ, കാരണം ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഞങ്ങൾക്കെല്ലാം ഉണ്ടെന്നേ. ഇങ്ങനൊരു കാലഘട്ടം എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ എത്തി നിൽക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിൽ തന്നെയാണ്. നമുക്ക് അനുതാപമാണ് ആവശ്യം. പക്ഷെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന? ആത്മീയ പ്രവർത്തനം മോശമാണെന്നല്ല, ആത്മീയ പ്രവർത്തനം ആവശ്യം തന്നെയാണ്. എന്നാൽ അനുതാപത്തിന് പകരമാകുന്നില്ല ആത്മീയ പ്രവർത്തനങ്ങൾ. എന്റെ ജീവിതത്തിലെ മാനസാന്തരത്തിന് പകരമാകുന്നില്ല എന്റെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും. എനിക്ക് മാനസാന്തരം ആവശ്യമാണെങ്കിൽ മാനസാന്തരത്തിലേക്ക് ഞാൻ വരാം. അതാകുന്നു അനിവാര്യമായ കാര്യമെന്ന് പറയും. എന്നാൽ അനുതാപത്തിന് പകരം അതിനെ മറയ്ക്കുവാനായി ആത്മീയ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൊണ്ട് ആത്മീയരായി തീരുന്നില്ല. അങ്ങൊരു കാലഘട്ടത്തിലാണ് ദൈവജനം എത്തി നിൽക്കുന്നത്. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് ശുശ്രൂഷ തുടങ്ങിയപ്പോഴും അത് തന്നെയായിരുന്നു അല്ലെ. യഹൂദന്മാരുടെ ദേവാലയം, അവിടെയുള്ള ശുശ്രൂഷ എല്ലാം തകൃതിയായി, എന്തെങ്കിലും കുറവുണ്ടായിരുന്നു, എല്ലാം കൃത്യതയോടെ നടക്കുന്നു. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു? ദൈവിക പ്രമാണങ്ങളെല്ലാം കാറ്റി പറത്തി മത്സരത്തോടുകൂടെ ദൈവാലയത്തെ വാണിഭശാലയാക്കി മാറ്റി എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പരീക്ഷന്മാർ മാനസാന്തരത്തിലേക്ക് വരുവാൻ തയ്യാറാകാതെ, ഞങ്ങൾ കുഴപ്പമില്ല, ആത്മീയ മണ്ഡലത്തിൽ തെളിഞ്ഞിരിക്കുന്നവരാണ്, കുഴപ്പമില്ലാത്തവരാണ് ചിന്ത അവരെ ഭരിക്കുവാനിടയായി. ആ കാലഘട്ടം വല്ലാത്ത ഒരു കാലഘട്ടം. നല്ലവണ്ണം അറിയാം. മനശ്ശെയുടെ കാലഘട്ടത്തിൽ ജനിച്ച ഈ യിരെമ്യാവിന് അറിയാം. ആമോന്റെ ഭരണകാലഘട്ടം കണ്ട യിരെമ്യാവിന് അറിയാം. യോശിയാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ആത്മീയ നവീകരണം കണ്ട യിരെമ്യാവിന് അറിയാം. ആത്മീയമായി അവർ അനുതാപ പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരാതെ തന്നെ ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുവെന്ന് യിരെമ്യാവിന് അറിയാം. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് യിരെമ്യാവ് പറയാം, കർത്താവേ, എന്നെ ഈ ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കണം. പ്രിയപ്പെട്ട ഈ നാടുകളിൽ നമ്മുടെ സഭകൾക്ക്, കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് ആവശ്യം ആത്മീയ പ്രവർത്തനങ്ങളല്ല. പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിന് അനിവാര്യമായ വിഷയം നമുക്ക് അനുതാപമാണ്. രക്തിലും വെണ്ണീരിലും ഇരിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, ഒരു ശുദ്ധീകരണം ഉണ്ടാകുവാൻ ഇടയാകണം. അത് ഉണ്ടായാൽ നമ്മുടെ സ്ഥലസഭകൾ നന്നാകുവാനിടയാകും. യിരെമ്യാവ് പറഞ്ഞതിന്റെ ഒരു കാരണം അതാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ അതിനോട് വിശ്വാസം പറഞ്ഞതിന്റെ നാലാമത്തെ കാരണം അതാണ്. അനുതാപത്തിന് പകരം ആത്മീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു കാലഘട്ടം. അഞ്ചാമത്തെ ആശയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അഞ്ചാമത്തെ ആശയം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലുണ്ട്. 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. നിർമൂലമാക്കുവാനും ഒളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ തന്നെ യിരെമ്യാവിനെ ദൈവം വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിക്കുന്നു. അഞ്ചാമത്തെ ആശയം, എന്തുകൊണ്ടാണ് യിരെമ്യാവ് തന്റെ വിളിയോട് വിസമ്മതം പറഞ്ഞത് എന്ന് ചോദിച്ചതിന്റെ കാരണം, യിരെമ്യാവിനെ അറിയിക്കുവാൻ ദൈവം വിളിച്ചിരുന്നത് ആ
യെരമ്യാവിന് അറിയുന്നത് തന്റെ ജീവിതം എന്താക്കും? അപകടം തന്നെ യെരമ്യാവിന് അറിയാം അല്ലേ? ഇവിടെ പോയി ദൈവജനത്തിന്റെ അടുക്കൽ, അതും ആ കാലഘട്ടത്തിലെ അനാത്മികരായ ആൾക്കാർ, മത്സരികളായ ആൾക്കാർ, വചനം കേൾക്കാത്ത ആൾക്കാർ, അവരോട് പോയി പറയുക, നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ ദൈവത്തിന്റെ ന്യായവിധി വരുമെന്നുള്ള അപകടകരമായ സന്ദേശം ഇത് അറിയിച്ച യെരമ്യാവിന് അറിയാം തന്റെ ജീവിതം അപകടത്തിലാണ്. താൻ ആശങ്കപ്പെടുന്നവരൊക്കെ പിന്നീട് നടന്നു. നമുക്കറിയാം യെരമ്യാവ് പിന്നീട് യെരമ്യാവിനെ അവര് വേട്ടയാടുവാനിടയായി, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാനിടയായി, ഒട്ടകത്തിൽ കൊണ്ടിടുവാനിടയായി തീർന്നു. യെരമ്യാവ് ശുശ്രൂഷ വേളകളിലൂടെ കടന്നുപോയ പ്രത്യാഘാതങ്ങളുടെ അനുഭവങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന് അറിയാം ഈ അപകടകരമായ സന്ദേശം അറിയിച്ചാൽ വരുവാൻ പോകും തിക്താനുഭവങ്ങൾ അദ്ദേഹത്തിന് അറിയായിരുന്നു. എന്നാൽ ഈ പുരോഹിതനാണെങ്കിലും പാപം ചെയ്ത ദൈവജനം യാഗമർപ്പിക്കുവാൻ വരും. യാഗവസ്തുവിൽ ഒരു നല്ലൊരു പങ്ക് അദ്ദേഹത്തിന് കിട്ടും. പാപം വരുമ്പോൾ പുരോഹിതന്റെ വരുമാനം വർദ്ധിക്കും. അങ്ങനെയാണ് പുരോഹിതന്റെ വസ്തു. എന്നാൽ പ്രവാചകൻ പാപം ചെയ്ത ദൈവജനത്തോട് പാപത്തെ കുറിച്ച് പറഞ്ഞാൽ, അവരുടെ മേലുള്ള ന്യായവിധിയെ കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പ്രവാചകൻ പോയി പറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് കൊണ്ട് യെരമ്യാവിനെ കർത്താവേ എന്നെ ഒഴിവാക്കും. ഈ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. പ്രവാചക ശബ്ദങ്ങൾ വളരെ കുറവാണ്. ന്യായവിധിയുടെ സന്ദേശം അറിയിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. മാരകമായ പാപങ്ങൾ വ്യക്തതയോടെ ദൈവജനത്തിലും ദൈവസഭയിലും ഉള്ളപ്പോഴും നമ്മളെല്ലാം സന്ദേശമാണ് മിക്കവാറും കേട്ട് പഴകിയതും നമുക്ക് പരിചയമുള്ളതുമായ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം നല്ലത്, ഞാൻ നല്ലത്, നിങ്ങൾ നല്ലത്, നമ്മളെല്ലാവരും നല്ലത്, നമ്മുടെ കഷ്ടങ്ങളെല്ലാം നീതി കണ്ണുനീര് തുടയ്ക്കും, നമ്മൾ കർത്താവിനുള്ള സ്വർഗത്തിലേക്ക് പോകും. പ്രൈസറോട് തന്നെ അടുത്ത വർഷം ഈ ബ്രദറിനെ തന്നെ ക്ലാസ്സിന് വിളിക്കണം എന്ന കൃപയുള്ള ശുശ്രൂഷ. അതേസമയം ഒരാൾ വന്നിട്ട് പറയാ നിങ്ങൾ അതിർത്തിയിലാണ് ദൈവം ന്യായം വിധിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം നാശമായി പോകുമെന്നൊക്കെ പറഞ്ഞു ഒരു കൃപയില്ലാത്ത ശുശ്രൂഷ. ആ സഹോദരന്റെ മേലെ ഈ വഴിക്കൊന്നും അടുപ്പിച്ചേക്കരുത്. വിട്ടുവീഴ്ചയില്ലാത്ത ദൈവം ശുശ്രൂഷിച്ച ദൈവദാസന്മാരുടെ ചരിത്രങ്ങളൊക്കെ കേട്ട് ഞാനും പോലും കാലഘട്ടങ്ങൾ എത്രയോ കഴിഞ്ഞുപോയി. ഇനിയും സ്റ്റേജുകൾ ഉറപ്പിക്കുവാനായി, ശുശ്രൂഷ മേഖലകൾ വർദ്ധിപ്പിക്കുവാനായി, എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്ത് നിങ്ങളെല്ലാം എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, എന്തിനു ഞങ്ങൾ ശിഷ്ടാവം വഹിക്കുവാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവാചക ഗണങ്ങളെ കൊണ്ട് കാലഘട്ടം വർദ്ധിക്കുമ്പോൾ നമ്മളുടെ സമൂഹത്തിന്റെ അധപതനമാണ് തിരിച്ചറിയുവാൻ ഇടയാകട്ടെ. ആത്മഭാരമുള്ള യെരമ്യാവിനെ പോലെയുള്ള പ്രവാചകന്മാർ കാര്യമായി പറയട്ടെ, അകൃത്യത്തെ അകൃത്യമായി കാണട്ടെ, ന്യായവിധി വരുന്നുവെങ്കിൽ ന്യായവിധി വരുന്നുവെന്ന് പറയട്ടെ. യെരമ്യാവിന് ഇതറിയാമായിരുന്നു. അപകടകരമായ ഒരു സന്ദേശമാണ് താൻ അറിയിക്കുവാൻ പോകുന്നത് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സന്ദേശം അറിയിക്കുവാൻ വിമുഖത കാണിച്ചു നിന്നത്. യെരമ്യാവ് പറഞ്ഞതുപോലെ തന്നെ ദൈവജനത്തിന്റെ കരുത്ത് വരുവാനിടയിൽ ന്യായവിധി മാത്രമല്ല, ഒരു ഇടയൻ എന്നുള്ള നിലയിൽ, ഒരു ദൈവ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ പ്രായോഗികമായിട്ട് പറയട്ടെ, സഭാമുഖമായ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മളൊരു കുടുംബത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുറെ തെറ്റുകൾ കണ്ടു. നമ്മൾ അദ്ദേഹത്തോട് പോയി ദൈവിക സന്ദേശങ്ങളൊക്കെ അറിയിച്ചു. അവർ മാനസാന്തരപ്പെടാതെ വീണ്ടും അകൃത്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകും വലിയ ഭാരം ഹൃദയത്തിലുണ്ടാകും. യെരമ്യാവിന്റെ ഹൃദയത്തിൽ ആ വലിയ ഭാരമുണ്ട്. അദ്ദേഹത്തെ അറിയാം, ഈ ജനം ദൈവിക വചനം കേട്ട് അനുസരിക്കുവാനായിട്ട് പോകുന്നില്ല. അവർ അനുതാപത്തിന് പകരം ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ അറിയിക്കേണ്ടത് വലിയ ന്യായവിധിയാണ്. ആ ന്യായവിധി വരുന്നു എന്ന് യെരമ്യാവ് പറയുകയും അത് കാണുകയും ചെയ്യുമ്പോൾ യെരമ്യാവിന് ആ സന്ദേശം അറിയിക്കുവാൻ വലിയൊരു ഭയമായി. അങ്ങനെ തന്നെ ജനത്തിന് അത് സ്വീകാര്യമായിരിക്കില്ല എന്നും യെരമ്യാവിന് അറിയാം. അതുകൊണ്ട് യെരമ്യാവ് അതിനോട് വിസമ്മതം പറയുകയാണ്. അടുത്ത ആശയത്തിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് യെരമ്യാവ് തന്റെ വിളിയോട് വിസമ്മതം പറയുവാൻ ഇടയായി തീർന്നത്? ആറാമത്തെ ആശയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മൾ വായിക്കുന്നത് 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിനാണ്. 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹൂദ രാജാവായ യോശിയാവിന്റെ മകനായ യെഹോയാക്കീമിന്റെ കാലത്തും യഹൂദ രാജാവായ യോശിയാവിന്റെ മകനായ സിദെക്കീയാവിന്റെ 11-ാം ആണ്ടിന്റെ അവസാനം വരെ 5-ാം മാസത്തിൽ യെരൂശലേമിലെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതുവരെ ഇവിടെ 3-ാമത്തെ വാക്യം യഹൂദ രാജാവായ യോശിയാവിന്റെ മകനായ യെഹോയാക്കീമിന്റെ കാലഘട്ടം എന്ന് തുടങ്ങി നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് പോയി വായിച്ചാൽ മതി. രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായത്തിൽ ആ കാലഘട്ടത്തിൽ രാജഭരണം നടത്തിയ രാജാക്കന്മാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഞാൻ ആശയം പറഞ്ഞിട്ട് വിവരണത്തിലേക്ക് വരാം. അടുത്ത കാരണം എന്തുകൊണ്ടാണ് യെരമ്യാവ് തന്റെ വിളിയോട് വിസമ്മതം പറയുവാൻ ഇടയായി തീർന്നത്? 6-ാമത്തെ കാരണമാണ് ചിന്തിക്കുന്നത്. 6-ാമത്തെ ആശയം, ആദർശങ്ങൾക്ക് പകരം അധികാരം മാറ്റം നടത്തുക
ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അനേക രാജാക്കന്മാരെ കുറിച്ചും വായിക്കും. ഇദ്ദേഹം ഭരിച്ച കാലഘട്ടം എന്ന് പറയുന്നത് മനശ്ശെ, പിന്നീട് വന്നത് ആമോൻ, അതുപോലെ തന്നെ യോശിയാവ്. അതിനുശേഷം യോശിയാവിന്റെ കാലഘട്ടത്തിലാണ് ഈ യെരമ്യാവിനെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. അതിനുശേഷം വന്ന രാജാക്കന്മാർ യഹോവാഹാസ്, യഹോവയാക്കീം, യെഹോയാക്കീൻ, സിദെക്കീയാവ് എന്നീ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ദൈവം യെരമ്യാവിനെ തന്റെ വേലയ്ക്ക് വിളിക്കുവാനിടയായത്. ചരിത്രം പരിശോധിച്ചാൽ യഹൂദയുടെ ചുരുങ്ങിയ ചില കാലഘട്ടങ്ങളിൽ അനേക രാജാക്കന്മാർ രാജ്യഭരണം ഏറ്റെടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അവിടെ നമുക്കറിയാം യഹോവാഹാസ് എന്ന് പറയുന്ന ആ രാജാവ്, അദ്ദേഹം 3 മാസം യഹൂദികൾ രാജാവായി. അതിനുശേഷം വന്ന യഹോവയാക്കീം 11 വർഷം രാജാവായി. അതിനുശേഷം വന്ന യഹോവയാക്കീം എന്ന് പറയുന്ന രാജാവ് ഏതാണ്ട് 3 മാസം വീണ്ടും രാജാവായി. അതിനുശേഷം വന്ന സിദെക്കീയാവ് ചുരുങ്ങിയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിന്റെ ഉള്ളിൽ അനേക രാജാക്കന്മാർ മാറിയും പറഞ്ഞും യഹൂദയുടെ രാജഭരണത്തിലെത്തുവാനായി തീർന്നു. അധികാര മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അധികാരമാറ്റം വന്നപ്പോൾ ജനത്തിന്റെ പ്രതീക്ഷ എന്താണ്? കാര്യങ്ങളെല്ലാം ശരിയാകും. അങ്ങനെയാണല്ലോ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൻ്റെ എല്ലാം നന്നാക്കും, എല്ലാം നന്നായി തന്നെ ഇരിക്കുകയാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കേരളത്തിലെ ആൾക്കാർ അതുകൊണ്ടാണ് 5 വർഷം ഒരാളെ ഭരിച്ചു കഴിയുമ്പോൾ വീണ്ടും അടുത്ത 5 വർഷം വേറെ ആളെ പരീക്ഷിക്കും. കേന്ദ്രത്തിൽ മനുഷ്യർ ബുദ്ധിവെച്ച് തുടങ്ങി. അതുകൊണ്ട് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചൊരു പുതിയ അധികാരികളെ കൊണ്ടുവന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ആകപ്പാട് മൊത്തം പ്രശ്നമാണ് എന്ന്. എക്കാലത്തും ഒരു പുതിയ അധികാരി വരുമ്പോൾ ജനത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ആ രാജാവ് കാര്യങ്ങൾ ശരിയാകും. അപ്പോൾ യഹൂദയിൽ നിരവധി രാജാക്കന്മാർ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ അധികാരത്തിന്റെ സീമയിലെത്തി. അപ്പോൾ അധികാര മാറ്റങ്ങൾ കൊണ്ട് കാര്യം നന്നാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഒന്നും ഉണ്ടായില്ല. അധികാര മാറ്റം ഉണ്ടായെങ്കിലും ആദർശങ്ങളിൽ നിന്ന് അവർ അകന്നു പോകുവാനിടയായി. അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്രത്യേകത ആദർശങ്ങൾക്ക് പകരം എന്തുണ്ടായി? അധികാര മാറ്റം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഇടയിലും പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മൂപ്പൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഈ പുള്ളി മാറിയ ഞങ്ങളുടെ സഭ ശരിയാകും. പിന്നെ ഉപദേശിമാരെ കുറിച്ചല്ല, ഒരു കാലത്ത് ട്രാൻസ്ഫർ ചെയ്തവർക്ക് ഈ ഉപദേശി ഇവിടെ 10-15 വർഷമായിട്ട് അടഞ്ഞു കെട്ടി കിടക്കുക, ഈ പുള്ളിയെ പോലെ ട്രാൻസ്ഫർ ഉണ്ടായാലും ഞങ്ങളുടെ സഭ രക്ഷപ്പെട്ടു പോയത്. അപ്പൊ ഉപദേശി മാറിയാൽ, ഈ മൂപ്പൻ മാറി വേറൊരു മൂപ്പൻ വന്നാൽ ഞങ്ങളുടെ സഭ നന്നാകുമെന്നൊരു വ്യർത്ഥമായൊരു ധാരണ നമ്മുടെ ഇടയിലുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, അധികാരം മാറിയത് കൊണ്ടൊന്നും ഒരു സഭ നന്നാകാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ മുമ്പ് മാറി അതിനേക്കാളും കേവലമായ ഒരു മൂപ്പൻ വന്നതുകൊണ്ടോ, ഇപ്പോഴത്തെ ഉപദേശിയേക്കാൾ കുറച്ചും കൂടെ പ്രഭാഷണ പാഠമുള്ള ഒരു ഉപദേശി വന്നതുകൊണ്ടോ സഭ നന്നാക്കുവാനൊന്നും പോകുന്നില്ല. സഭ നന്നാക്കണമെങ്കിൽ അധികാര മാത്രമല്ല, ആദർശങ്ങളിലേക്ക് മടങ്ങി വരണം. എന്താണ് നമ്മുടെ ആദർശം? വചനത്തിലേക്ക് മടങ്ങി വരണം, വചന പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. പ്രമാണത്തിലേക്ക് മടങ്ങി വരാതെ അധികാരികളെ മാറ്റി മാറ്റി പരീക്ഷിച്ചതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുവാൻ പോകുന്നില്ല. ഈ നാളുകളിൽ സമൂഹത്തിൽ വലിയ നിലവിളിയാണ്. അധികാരികളെ മാറ്റിയേ പറ്റും. തെരഞ്ഞെടുപ്പൊക്കെ നമ്മുടെ ഇടയ്ക്ക് തുടങ്ങി കേട്ടോ. ചില സ്ഥലം, ഇവിടെയല്ല, ചില സ്ഥലത്ത് ഞാൻ പറയുന്നു, മുപ്പന്മാരെയൊക്കെ കൈപൊക്കി അതുപോലെ തന്നെ ഭൂരിപക്ഷത്തിന്റെ പേരിലൊക്കെ നിയമിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കും. അധപതനത്തിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വ്യക്തതയോട് ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് കൈമുതലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ പ്രമാണം. യാക്കോബ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എങ്ങും പോകണ്ട, അവിടെ തന്നെ ഇന്നാ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് വചനത്തിലേക്ക് ഉള്ള ആഹ്വാനം എനിക്കുണ്ടായി. വചനം പഠിക്കുവാനായിട്ട് രക്ഷിക്കേണ്ടി വന്ന യാക്കോബയെ തന്നെ ജോസഫ് തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും ചോദിച്ചപ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ മോനെ ഇതൊക്കെ അങ്ങനെ പിന്നെ പറഞ്ഞു, ഈ മർമ്മങ്ങളൊക്കെ പട്ടക്കാർക്കുള്ള നിനക്ക് പറയേണ്ട, നിനക്ക് മനസ്സിലാകുന്ന കാര്യമില്ല. അപ്പോൾ ഈ വെള്ളയുടെ ബന്ധുസിലെ മാസ്റ്ററുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു, കുറച്ച് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് മർമ്മം നിനക്ക് ദൈവം വെളിപ്പെടുത്തി കിട്ടും തരുമെന്ന് പറഞ്ഞു. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥന ജീവനോടെ കാണത്തില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പൊ എനിക്ക് അസുഖമില്ല. അങ്ങനെയിരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ പുതുപ്പള്ളിയിൽ നിന്ന് കയറി വന്ന ഒരു കുടുംബം, ഞങ്ങളുടെ അയൽവക്കം അവരുടെ ചെന്നു. കൊച്ചായ KC ഗുരു, അദ്ദേഹം ദൈവസേനയിൽ വിശ്രമിക്കുക. അദ്ദേഹത്തിന്റെ കർഷകനാണ്. ഞാൻ വീട്ടിൽ ചെന്നു, അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോനെ കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മാവൻ ചായ കുടുംബം ജീവിക്കുന്നുണ്ട്. സുഹൃത്ത്, എനിക്ക് കുറച്ച് ബൈബിളിലെ സംശയമുണ്ട്. അത് മിനിമം എന്താ ചോദ്യങ്ങളൊക്കെ ചോദ്യം എന്ത് ചോദിച്ചാലും റോമാലേഖനം 5:1 വായിച്ച്, എഫേസ്യലേഖനം 2:8 വായിച്ച് എല്ലാ ചോദ്യത്തിനും ബൈബിളിൽ ഉത്തരവുണ്ട്. എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് നല്ല ആളുതാമസമുണ്ട്. കർഷകനാണെങ്കിലും അതിന് അറിയാവുന്ന ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഇന്ന് ഞാൻ ഈ വെള്ള സമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, വചനത്തെ ഇത്ര കൃത്യതയോടെ അറിയുന്ന, ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരുപറ്റം ആൾക്കാർ വേറെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് എങ്ങനെയാണുള്ള കാര്യം നമ്മുടെ ചോദനയെന്ന് മറ്റൊരു വിഷയം, അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് നമ്മൾ എത്രയോ അകപ്പതിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു എന്ന് പറയുന്ന ബദർസഭയിലെ തലമുറകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റി ഒരിക്കൽ ചുരുക്കിയില്ല എന്ന് എനിക്കറിയാം. അങ്ങനൊരു കാലഘട്ടം നമ്മൾ എത്തിയിരിക്കുന്നു. വചനത്തിൽ നമ്മൾ വളരെ വിദൂരതയിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് കയ്യിൽ
മടങ്ങി വരവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനിടയാകട്ടെ. അടുത്ത ഒരാശയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ 3-ാമത്തെ വാക്യം, മറ്റൊരു കാരണം. യെരമ്യാവ് വിളിയോട് വിശ്വപദം പറഞ്ഞതിന്റെ മറ്റൊരു കാരണം, അതിന്റെ 7-ാമത്തെ കാരണം, 3-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യം 3 വേഴ്സ് 3. യഹൂദ അവസാന ഭാഗം ഞാൻ വായിച്ചു കേൾക്കുക. 11-ാം ആണ്ടിൽ അവസാനം വരെ 5-ാം മാസത്തിൽ യെരൂശലേം വരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് വരെയും തന്നെ നമ്മൾ യെരമ്യാവിന്റെ ശുശ്രൂഷയുടെ കാലദൈർഘ്യം നീണ്ടതായിരുന്നു. അതിലൊരു പ്രത്യേക കാലഘട്ടം പറയുകയാണ്, യഹൂദയെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് വരെയും. അപ്പോൾ ഞാൻ ഒരിക്കൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. 7-ാമത്തെ ആശയം, എന്തുകൊണ്ടാണ് യെരമ്യാവ് വിളിയോട് വിശ്വപദം പറഞ്ഞത്? 7-ാമത്തെ ആശയം, ആ കാലഘട്ടം അടിമത്തത്തിലേക്ക് അടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അടിമത്തത്തിലേക്ക് അടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. യെരമ്യാവിന് അറിയാൻ താൻ പോയി പ്രവചനങ്ങൾ അറിയിച്ചാൽ അവർ അനുസരിക്കുവാൻ പോകുന്നില്ല, അവർ മത്സരിക്കുവാൻ പോകുന്നു. നെബൂഖദ്നേസറും കൂട്ടരും അവരുടെ വാലിന്റെ മുറിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ദൈവജനത്തെ ന്യായവിധിയിലേക്ക് കൊണ്ടുപോകുവാൻ പോകുന്നു. അത് തന്റെ സ്വന്തം കണ്ടുകൊണ്ട് കാണേണ്ടി വരുമെന്നുള്ള ചിന്ത യെരമ്യാവിനുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ യെരമ്യാവിന്റെ കർത്താവേ, അടിമത്തത്തിലേക്ക് അടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ കർശനങ്ങൾ ദൈവജനത്തിന് മേൽ ചൊരിയപ്പെടുന്നത് കാണുവാൻ എനിക്ക് ആവതല്ല കർത്താവേ, അതുകൊണ്ട് എന്നെ അതിൽ ഒഴിവാക്കണമെന്ന് യെരമ്യാവ് പറയുകയാണ്. ഈ ആശയം കുറച്ചുകൂടെ വ്യക്തമാകുന്ന നേതൃത്വ നിലയിലുള്ള ആൾക്കാർക്കാണ്. നമ്മുടെ സഭയിൽ ആരെങ്കിലും മോശമായി ജീവിക്കുന്നവർ, ഒരു വ്യക്തിയോ കുടുംബമാരും ആകട്ടെ, അവർ ദൈവവചന പ്രകാരമല്ലാതെ ജീവിക്കുന്നു. ദേവദാസന്മാരോട് ഇടപെടുവാൻ പോകുമ്പോൾ മുട്ടുമേലെന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ ഏർപ്പെടുമ്പോൾ അവർക്ക് മനസ്സാന്തരം ഉണ്ടാകണമേ. ഇല്ല എങ്കിൽ ആ കുടുംബത്തിന്റെ മേൽ വ്യക്തിയുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധി വലുതാണല്ലോ എന്നുള്ള വലിയ ആത്മഭാരത്തോടു കൂടെയാണ് അവരൊരു വ്യക്തിയെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാനായി അവരോട് സംസാരിക്കുന്നത്. അവരത് കേട്ടനുസരിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ആ വ്യക്തിയുടെ മേലെ, കുടുംബത്തിന്റെ മേലെ വന്നു കഴിയുമ്പോൾ ആ ദേവദാസന്റെ മനോവികാരം എന്തായിരിക്കും? എന്താ അവന് കിട്ടി, അവനത് വേണം പറയത്തില്ല. ആ ദേവദാസന്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ട്. അതാവേ, ഞാൻ വളരെ ഭാരത്തോടെ ആ വ്യക്തിയോട് എത്രയോ നാൾ പോയി ഞാൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥനയോട് പോയി പറഞ്ഞിട്ട് അനുസരിക്കാതെ വന്നതുകൊണ്ടാണല്ലോ ഈ ന്യായവിധി വരുവാൻ ഇടയായത് എന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടാകുവാനിടയാകും. ഇസ്രായേലിൽ യഹൂദയെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് 1-2 ഘട്ടങ്ങളായി കൊണ്ടുപോയപ്പോഴും യെരമ്യാവിന്റെ ഹൃദയത്തിൽ വലിയ ഭാരമായിരുന്നു. 3-ാമത് കൊണ്ടുപോകുവാനായി അവർ തയ്യാറായിരിക്കുമ്പോൾ യെരൂശലേമിനെ ഉപരോധിച്ചുകൊണ്ട് നെബൂഖദ്നേസർ സംഘം വഴി നിൽക്കുമ്പോഴും യെരമ്യാവ് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, യഹൂദയെ മനസ്സാന്തരം കൊണ്ടുവരിക, മടങ്ങി വരിക. അനേകർ അവരുടെ കുടുംബങ്ങളിൽ വിധവമാരായി തീർന്നപ്പോൾ, മക്കൾ നഷ്ടപ്പെട്ടവരായി ദൈവത്തിന്റെ ന്യായവിധി യഹൂദന്റെ മേൽ ചൊരിഞ്ഞപ്പോൾ, യെരമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ ദീർഘമായ കാലഘട്ടങ്ങൾ സൂക്ഷിച്ചിട്ടും ഈ ജനം മനസ്സാന്തരപ്പെട്ട് വന്നില്ലല്ലോ, ഈ ന്യായവിധിയാണല്ലോ എനിക്ക് കാണേണ്ടി വന്നത് എന്നുള്ള ഹൃദയഭാരത്തോടുകൂടെ കരയുന്ന യെരമ്യാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യെരമ്യാവിന് അറിയാം, ഇവർ മനസ്സാന്തരപ്പെടുവാൻ പോകുന്നു, അടിമത്തത്തിലേക്ക് പോകുവാൻ പോവുകയാണ്. ആ കാലഘട്ടത്തിലേക്ക് അടുത്തിരുന്ന ഒരു കാലഘട്ടം. ദൈവം തന്റെ ജനത്തോട് ഇടപെടും, സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്നും ദൈവം ഇടപെട്ടുകൊണ്ടേ ഇരിക്കും. അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കാതെ പോകും. നമ്മൾ അതിന് പല പേരുകൾ വിട്ടു വിളിക്കുന്നു. ഞാൻ അതിലേക്ക് അടക്കം താല്പര്യപ്പെടുന്നത്, ദൈവത്തെയും ദൈവജനത്തെയും ദൈവദാസന്മാരെയും ദൈവസഭയെയും വെല്ലുവിളിക്കുന്നു. വ്യക്തികൾ, കുടുംബങ്ങൾ, സഭകൾ ഇന്നും ദൈവത്തിന്റെ ന്യായവിധി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. കണ്ണു തുറന്ന് ശരിക്കും നോക്കിയാൽ നമുക്ക് കാണാം. നമ്മൾ കണ്ണു തുറക്കുന്നില്ല. നമുക്കത് കാണുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. ദൈവം ഇടപെടുന്നവനാണ്. സമയം നമുക്ക് ദീർഘമായി ദൈവം നൽകിയിരിക്കുന്നു. ന്യായവിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് അടിമത്തത്തിലേക്ക് അടുത്തിരിക്കുന്ന കാലഘട്ടം തിരിച്ച ദൈവസഭയിൽ തന്നെ, ദൈവത്തിന്റെ ഗൃഹത്തിൽ തന്നെ ന്യായവിധിയുടെ കർശനങ്ങൾ തുറക്കപ്പെടുന്ന സമയമായിരിക്കും. പത്രോസ് പറയുന്നത് പോലെ ആ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അനുതാപത്തോടെ മടങ്ങി വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതെല്ലാമായി യെരമ്യാവ് വിഷമം പറഞ്ഞു നിൽക്കുമ്പോൾ അവസാനമായി യെരമ്യാവോട് പറയുന്നത് ഇങ്ങനെയാണ്, അല്ലെ യെരമ്യാവേ, നീ വിഷമങ്ങളെല്ലാം മാറ്റിവെച്ച് നീ എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക. യഹോവ അവനോട് 8-ാമത്തെ വാക്യം, നീ അവനെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിനും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവ
ദൈവത്തിന്റെ ഈ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ബോധ്യം തനിക്കുണ്ടായപ്പോൾ, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്ന ബോധ്യം തനിക്കുണ്ടായപ്പോൾ, ദൈവത്തിന്റെ അരുളപ്പാടാണ് താൻ അറിയിക്കുവാൻ പോകുന്നത് എന്നുള്ള ബോധ്യം തനിക്കുണ്ടായപ്പോൾ, യെരമ്യാവ് 2-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ ന്യായവിധിയുടെ സന്ദേശങ്ങൾ, മാനസാന്തര സന്ദേശങ്ങൾ ഒരു കലർപ്പും കൂടാതെ, ആരെയും ഭയപ്പെടാതെ അങ്ങനെ തന്നെ അതേപടി പറയുന്ന പ്രവാചകനെ നമ്മൾ വായിക്കുക. എന്റെ ബാക്കി വിരാമം കുറിക്കുന്ന ബദ്ധനായി തീർന്നിരിക്കുമ്പോൾ ഇന്ന് പകലിൽ പ്രായോഗികമായ ബന്ധകാരെ ചേർത്ത് ദൈവം നമ്മളെയും തന്റെ വേല ചെയ്യുവാൻ വിളിക്കുക. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് തന്റെ ജനത്തെ ശുശ്രൂഷിക്കുവാൻ ദൈവദാസന്മാരെ ആവശ്യമാണ്. നമ്മൾ പല ന്യായങ്ങളൊക്കെ പറഞ്ഞ് മുഴുവൻ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടം നമ്മൾ ശാപം ദൈവം ഏൽപ്പിച്ചിട്ട് ആത്മഭാരമുള്ളവർ മാറി നിൽക്കുന്നത് കൊണ്ട് അനാത്മീയരാ സ്ഥാനം കയ്യേറി സഭകളെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മൾ ആത്മഭാരമുള്ളവർ ശുശ്രൂഷകൾ ചെയ്യണം. ദൈവസഭയെ ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിൽക്കരുത്. അത് അപകടകരമാണ്. പലയിടത്തും ആത്മഭാരമുള്ള ദൈവദാസന്മാർ ഈ അനാത്മീയരുടെ ഞാനില്ലായ്മ മാറി നൽകിയ അപകടകരമാണ്. സാധാരണ തന്ത്രം നീ ചെയ്യേണ്ട, അനാത്മീയത ചെയ്യട്ടെ. അനാത്മീയ ശുശ്രൂഷയേറ്റാൽ സഭയെ കുടിക്കും, കൊന്നുകളയും, ഇല്ലായ്മ ചെയ്യും. നമുക്കറിയാം. ആത്മഭാരമുള്ള ദൈവജനമേ, ദൈവമേ ശുശ്രൂഷയിൽ അകന്നു നിൽക്കരുത്. അതിലേക്ക് അടുത്ത് വരിക. ആ ശുശ്രൂഷയ്ക്ക് നമുക്ക് വഴികളൊക്കെ പറയുവാനുണ്ടാകും. എനിക്കറിവും പരിചയമില്ല ശുശ്രൂഷയാണ് എന്ന് നമുക്കൊരു പക്ഷേ പറയുവാനുണ്ടാകും. ദൈവം പറയുകയാണ്, എന്റെ കരുവ നിനക്ക് മതി. അതുപോലെ അനാത്മീയരുടെ കാലഘട്ടം, ആ കാലഘട്ടം അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. അനുസരണത്തിന് പകരം മത്സരമുള്ള കാലഘട്ടം, അതും അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. അനുതാപത്തിന് പകരം ആത്മീയ പ്രവർത്തനം നടത്തുന്ന കാലഘട്ടം, ആദർശങ്ങൾക്ക് പകരം അധികാരമാറ്റം നടത്തുന്ന കാലഘട്ടം, അപകടകരമായ ഒരു സന്ദേശം അറിയിക്കുവാനുള്ള വിളി, അതുപോലെ തന്നെ അടിമത്തത്തിലേക്ക് അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ പോകുന്നുവെങ്കിൽ ദൈവജനത്തിന്റെ പേരും ദൈവം നയിക്കുവാൻ പോകുന്ന ന്യായവിധിയുടെ കലശങ്ങൾ നമ്മൾ ഇനി കാണുവാൻ ഇരിക്കുന്നതേയോ. ഇല്ല എങ്കിൽ ഈ പ്രമാണങ്ങൾ പ്രമാണമല്ല എന്ന് വരികയില്ലേ. ഇല്ലെങ്കിൽ ദൈവം ദൈവമല്ല എന്നും ഇതൊക്കെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതാണെന്നും വരികയില്ലേ. അങ്ങനെ വരികയില്ല. സത്യമായി വചനത്തിലെ പ്രമാണങ്ങൾ ഒരു മാറ്റവും. ഈ പറയുന്ന എനിക്ക് ഇരട്ടി എന്നുള്ള ബോധ്യത്തോടും ഭയത്തോടും കൂടെ ഞാൻ പറയട്ടെ. ഈ വചനത്തെ സ്നേഹിക്കുവാൻ, ഒരു കലർപ്പും വിട്ടുവീഴ്ചയില്ലാതെ സ്നേഹിക്കുവാൻ, നിലനിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആത്മഭാരമുള്ളവർ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ യെരമ്യാവിനെ പോലെ, യെരമ്യാവേ നീ അധൈര്യപ്പെടാ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആത്മഭാരമുള്ളവർ ഇന്ന് പകൽ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ ഇതെല്ലാം കണ്ട് ഇതിൽ നിന്ന് ഞാൻ ഇല്ല, എല്ലാത്തിനും മാറി ഒഴിഞ്ഞു നിൽക്കുന്നവരുണ്ട്. ദൈവം പറയുക, മകനെ മകളെ അധൈര്യപ്പെടാതെ നീ എന്റെ വേല ചെയ്യുക. കാരണം നിന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ. അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായ ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. കുറെ കാലഘട്ടത്തിൽ ദൈവിക വേലയോടും വിളിയോടും വിശ്വാസം പറഞ്ഞിരുന്ന എനിക്ക് ബോധ്യം നൽകിയ ഒരു വിഷയം, നിന്നെ ഞാനാണ് വിളിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ നടത്തുവാൻ, പോറ്റുവാൻ, പരിപാലിക്കുവാൻ, ഏത് സൂര്യയോ ദൈവം നൽകുന്ന ഒരുവനാണ് ഞാൻ. എന്നെ തിരഞ്ഞെടുക്കുന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. 2, ദൈവം നമ്മോട് കൂടെയും. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്ന് പറഞ്ഞ അരുമനാഥന്റെ സർവശക്തനായ ദൈവത്തിന്റെ സഹായം നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവ സഹായത്തോടെ, ദൈവം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ശുശ്രൂഷകൾ ചെയ്യാം. മാത്രമല്ല, നമ്മൾ ചെയ്യുവാൻ പോകുന്ന ശുശ്രൂഷ ദൈവവചനത്തിന്റെ ആധികാരികത. ഞാൻ എന്റെ വചനം നിന്റെ വായും തന്നിരിക്കുന്നു. നമ്മളുടെ അധികാരം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ആധികാരികതയാണ്. ആമോസ് പോലത്തെ പ്രവാചകൻ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ആറ്റടയനായ അത്തിപ്പഴം സാധാരണ കർഷകൻ അദ്ദേഹം പോയി പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. പ്രവാചകന്മാരുടെ പ്രവാചക ശബ്ദത്തിന്റെ ആധികാരികത എന്ന് പറയുന്നത് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. വചനത്തിന്റെ ആധികാരികതയിൽ അതിന്റെ തെളിമയോട് രാജാക്കന്മാരുടെ പ്രഭുക്കന്മാരുടെ ഏത് ഉന്നതന്റെയും മുമ്പാകെ ശക്തമായി വചനം പറയുവാൻ യെരമ്യാവിനെ പ്രേരിപ്പിച്ച വിഷയം ഈ വചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കും. ആ ബോധ്യമുണ്ടെങ്കിൽ അധൈര്യപ്പെടാതെ കർത്താവിന്റെ വേല ചെയ്യും. ദൈവത്തെ സഹായിക്കുന്നതിന് പകൽ ദൈവം തന്റെ വേലയ്ക്ക് അഴിമതി നൽകുന്ന ശുശ്രൂഷയെ നമ്മളെ വിളിക്കുന്നു. വിഷമതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, വിഷമതെല്ലാം അധൈര്യപ്പെടാതെ കർത്താവിന്റെ വേലയെ നമുക്ക് തുടരാം. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ വചനം നമുക്കുണ്ട്. ഈ ധൈര്യത്തോടു കൂടെ കർത്താവ് നമ്മൾ ആഗ്രഹിച്ച് ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വാക്ക് വിരാമം കുറിക്കുന്നു. അവിടെ